ചൂരൽമല വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, പ്രദേശത്ത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ അവിടെ മഴ പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രദേശത്ത് ഈ വെള്ളമൊക്കെ വലിയ രീതിയിൽ കൊത്തി ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴ ഇപ്പോൾ അവിടെ കൂടി നിലവിലത്തെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ രക്ഷാപ്രവർത്തകരൊക്കെ ഇക്കരയിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തകർ നേരത്തെ മറുകരയിലേക്ക്, അതായത് ഈ ചൂരൽമലയുടെ ആ ഭാഗത്തേക്ക്, നേരത്തെ സ്കൂൾ ആ ഭാഗത്ത് ചൂരൽമലയിലെ പാലത്തിനോട് ചേർന്നുള്ള ആ ടൗണിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകരൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നതായാലും അവരിപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക പാലം അടക്കം മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ കാലാവസ്ഥ ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറുന്നു, വലിയ പ്രതിസന്ധിയായി മാറുന്നു. കനത്ത മഴയുണ്ടാകുന്നു. മഴയ്ക്ക് പുറമെ മഴയിലേക്കാളും അപ്പുറത്തേക്ക് അവിടെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ പുഴയിലുണ്ടായ മലവെള്ളത്തിന്റെ ഒഴുക്കാണ്. ഒഴുക്കിന്റെ ശക്തി കൂടുന്നു. കൂടുതൽ വെള്ളം അവിടേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈന്യം ഇന്നലെ ഈ മറുകരയ്ക്ക് കടക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു താൽക്കാലിക നടപ്പാലം ഉണ്ടായിരുന്നു. നടപ്പാലം മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിനോട് കൂടി ഇപ്പോൾ ഓരോരുത്തരെയായി ഇപ്പോൾ കടത്തി വിടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് നാളെയോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മരണസംഖ്യ 240 അടുക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. മരണസംഖ്യ കൂടി കൂടുന്ന സാഹചര്യം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കൊക്കെ ഈ ദുരന്തത്തിന്റെ ഒരു വലിയ ഭീതിതമായ വ്യാപ്തിയിലേക്ക് ദുരന്തം മാറുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നതെന്ന്. അത്രയ്ക്ക് ദുരന്തം വളരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 240 ദുരന്തം മാറുന്നു. നിരവധി മനുഷ്യർ ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു. 200ഓളം പേരാണ് അത്തരത്തിൽ കണ്ടെത്താനുള്ളത്. അവരെവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഈ ഈ തകർന്ന വീടുകൾക്കിടയിലും മണ്ണിനിടയിലും ഒക്കെ ആളുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനു പുറമെ നിരവധി ആളുകൾ ഈ ചാലിയാറിനടക്കം ഒഴുക്കിൽപ്പെട്ട് കുത്തിയൊഴുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. സൂചിപ്പാറ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിലും തെരച്ചിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ പ്രദേശത്തടക്കം തെരച്ചിൽ നടക്കുന്ന സാഹചര്യം തുടരുക. സന്നദ്ധ പ്രവർത്തകൻ സുകുമാർ ഇപ്പോൾ നമ്മളോട് ടെലിഫോൺ ലൈനിലുണ്ട്. സുകുമാർ, ഇപ്പോഴും കനത്ത മഴ അവിടെ തുടരുകയാണോ? രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? ഹലോ, പറഞ്ഞോളൂ. ആന്റണി തുടരുന്നുണ്ട്. ആന്റണി, കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. അതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? നാളെയോടെയാണ് നിർമ്മാണം പൂർത്തിയാവുക. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ട ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. അതേസമയം പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം വളരെയധികം പ്രതിസന്ധിയിലാണ്. കണ്ണാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവിടെ സജീവമായി തന്നെ തുടരുന്നുണ്ട്. അതിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുക തന്നെയാണ്. നേരത്തെ അല്പസമയം മുമ്പ് അത് നിർത്തിവെച്ചിരുന്നു, പക്ഷേ അതിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ആ പണി അവിടെ എത്തിച്ച സാമഗ്രികൾ ഉപയോഗിച്ചുള്ള ജോലികളാണ് നടക്കുന്നത്. ഇനി കൂടുതൽ സാധനങ്ങൾ എത്തിക്കാനുണ്ട്. അത് കണ്ണൂർ വിമാനത്താവളത്തിലാണ്. കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോറികൾ ഏതാണ്ട് രാത്രിയോടുകൂടി എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ ഏതാണ്ട് പാലം പകുതിയോളം ഈ സ്ട്രക്ചർ, അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് ഈ വണ്ടി ഓടിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളും തൂണുകളുടെ ഒക്കെ നിർമ്മാണമാണ് നടക്കേണ്ടത്. ഏതായാലും ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം. നാളെയോടുകൂടി ബെയിലി പാലം പൂർത്തിയാകുന്നതോടുകൂടി കുറെ കൂടി ഈ യാത്ര എളുപ്പമാകും. ഈ രക്ഷാപ്രവർത്തനം ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് വേഗത്തിൽ വാഹനങ്ങളടക്കം എത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവരേക്ക് കൊണ്ടുപോകാം. അതുവഴി നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം കുറെ കൂടി നല്ല രീതിയിലേക്ക് വേഗത്തിലേക്ക് നടത്താൻ കഴിയും. കാരണം
മനുഷ്യ സാധ്യമായ കാര്യങ്ങൾ പെട്ടെന്ന് അവിടെ നടക്കുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം മറിച്ച് ഇത് തന്നെയാണ് വേണ്ടത്. വലിയ മെഷീനുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വെള്ളം ഈ പറയുന്ന പാറയും അതുപോലെ തന്നെ മണ്ണും കല്ലും ഈ കോൺക്രീറ്റ്. ആന്റണി തുടരുക. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകൻ ഖാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഖാൻ, ഇപ്പോഴും പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണോ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുള്ളത് ഇവിടെ ഈ ബോഡിയൊക്കെ റിസീവ് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണുള്ളത്. ഇവിടെ ടോട്ടല് ഏകദേശം ഒരു 117 ബോഡിയാണ് ഇവിടെ നമ്മളടുത്ത് ഇവിടെ റിസീവ്ഡ് ആയിട്ടുള്ളത്. അതിൽ ഒരു 89 ആളുകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിൽ തിരിച്ചറിയാത്ത കുറെ ആളുകളുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ബോഡി അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹോസ്പിറ്റലിലുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ തിരിച്ചറിയൽ നടപടികളൊക്കെ എങ്ങനെയാണ്? അത് അവരുടെ ബന്ധുക്കള് ബോഡിയൊക്കെ വരുന്നത് ഭയങ്കര ഡാമേജ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. എങ്കിലും അത് അതിന്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം അവരുടെ ബന്ധുക്കളൊക്കെ വന്ന് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉള്ളത് മുഴുവനും പോയത് കാരണം ഈ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആയിട്ടാണ് ഉള്ളത്. തിരിച്ചറിയാൻ പറ്റുന്ന അവിടെ നാട്ടുകാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് തിരിച്ചറിയാനൊക്കെ ഭയങ്കര റിസ്ക് ആണ്. അങ്ങനെയാണുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? അവിടെ തന്നെയാണോ? ഇവിടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രൊസീജിയറും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബോഡി അവിടെ കൊടുത്ത് ബന്ധുക്കൾ അവിടുന്ന് കൈപ്പറ്റിയ ശേഷം തൊട്ടടുത്തുള്ള പള്ളി അങ്ങനെ ശ്മശാനങ്ങളിലൊക്കെ ആയിട്ട് അവരെ അന്ത്യക്രിയകളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി എത്ര മൃതദേഹങ്ങളാണ് അവിടെ തിരിച്ചറിയാനുള്ളത്? തിരിച്ചറിയാൻ ഇപ്പോ ഏകദേശം ഒരു 10-30ഓളം തിരിച്ചറിയാനുണ്ട്. പിന്നെ ബോഡി പാർട്സ് ആയിട്ട് വന്നത് ഒരു 9 നമ്പേഴ്സ് പാർട്സ് ആയിട്ട് വന്നതുണ്ട്. കൈ, കാല്, അങ്ങനെ ബോഡിന്റെ പാർട്സുകളായിട്ട് കിട്ടിയതുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ടോ? ചികിത്സയിൽ നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഏരിയയിൽ ചികിത്സയിലുള്ളവരല്ല ഉള്ളത്. 100-200-ിലധികം ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, ആന്റണി തുടരുന്നുണ്ട്. ആന്റണി, ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത. കൂടുതൽ വിവരങ്ങൾ. മുണ്ടക്കൈയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുണ്ടക്കൈയിൽ ഇപ്പോൾ നേരത്തെ 2 വീടുകൾ നിന്നിരുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് 2 മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളൊരു സൂചനയുണ്ട്. അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ആ മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഇന്നിപ്പോൾ തന്നെ 10 മൃതദേഹങ്ങളോ അടക്കം മുണ്ടക്കൈയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ ഈ മേഖലയിൽ, മുണ്ടക്കൈ മേഖലയിൽ കാലാവസ്ഥ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, മഴ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എത്തിച്ച് ആ പ്രദേശത്തെ ഓരോ വീടുകളുടെ മുകളിൽ വീടുകൾ ഇരുന്നിരുന്ന സ്ഥലങ്ങളടക്കം നോക്കി ഇപ്പോൾ ആ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മഴ അവിടെ പ്രതിസന്ധി നിലവിലുണ്ടാക്കിയെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ ഈ രക്ഷാപ്രവർത്തകർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു കാര്യം. അവിടെ വീടുകളിൽ തന്നെ നിന്ന് ആ രക്ഷാപ്രവർത്തകർ അതിൻ്റെ സാധ്യതകൾ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈയിൽ നിലവിലുള്ളത് നേരത്തെ രാവിലെ സുദേവൻ എന്നൊരാളുടെ വീട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ആ വീട്ടിൽ നിന്ന് ആ അടക്കം നേരത്തെ മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ അതിനടുത്തുള്ള വീടുകളിലും ഈ നേരത്തെ ആളുകളുണ്ട് എന്ന് വിവരം ലഭിച്ച ആ വീടുകളിലടക്കം ഇപ്പോൾ തിരച്ചിൽ ഈ JCBകൾ ഉപയോഗിച്ചടക്കം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. നമുക്കറിയാം രാവിലെയൊക്കെ തെരച്ചിലിന് പ്രതിസന്ധിയായിരുന്ന ഒരു കാര്യം ഈ വലിയ
വലിയ കോൺക്രീറ്റ് സ്ലാബുകളും പാറകളും ഒക്കെ കൈക്ക് മനുഷ്യന് നീക്കാൻ കഴിയാതിരുന്നതാണ്. ഇപ്പോൾ അത് നീക്കാൻ ഈ എക്സ്കവേറ്ററുകൾ എത്തിച്ചതോടുകൂടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള അത് നീക്കുകയും ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ 2 എക്സ്കവേറ്ററുകളാണ് എത്തിച്ചിട്ടുള്ളത്. അവർ അതിൻ്റെ അത് അനുസരിച്ച് അത് ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തിരച്ചിൽ അവിടെ ഇപ്പോഴും തുടർന്ന് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട്. ഒരു മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ 3 മൃതദേഹങ്ങളടക്കം അവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അത് നാസർ എന്നൊരാളുടെ വീടാണ്. ആ വീട്ടിനകത്തു നിന്നാണ് മൃതദേഹം ലഭിച്ചത്. ആ വീടിരുന്ന സ്ഥലത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെയും മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ നിന്ന് ലഭിച്ചിരുന്നു. നമുക്കറിയാം മുണ്ടക്കൈയാണ് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത്. മുണ്ടക്കൈയിലാണ് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ആ തുടക്കം ഏറ്റവും വന്നത് അവിടെയാണ്. അവിടെ ഏതാണ്ട് 400ഓളം വീടുകൾ തന്നെ കാണാതെ മണ്ണിനടിയിലേക്ക് പോയി എന്നുള്ളതാണ് പഞ്ചായത്ത് അടക്കം പറയുന്നത്. 30 വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആന്റണി, തുടരുക. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ കൂടുന്നു. കനത്ത കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.